100 വീട് പദ്ധതിയെക്കുറിച്ച് നമുക്കിന്ന് അറിഞ്ഞാലോ? അതിനായി നമ്മളോടൊപ്പം ഇന്നുള്ളത് ബിൽഡർ വൺ ഡെവലപ്പേഴ്സിൻ്റെ മാനേജിംഗ് ഡയറക്ടറായ സിറാജ് സാറാണ്. വെൽക്കം സാർ. ഇന്നത്തെ കാലത്ത് വീടെന്ന സ്വപ്നം അത് വലിയൊരു സ്വപ്നമല്ലേ? ഏതൊരു സാധാരണക്കാരനും യാഥാർത്ഥ്യമാക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് ബിൽഡർ വൺ ഡെവലപ്പേഴ്സ് നമുക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത്. എന്താണ് ഈ 100 വീട് പദ്ധതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ പദ്ധതി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം, സാധാരണക്കാരനെ അപേക്ഷിച്ചിട്ട് അമിതമായ ലാൻഡിൻ്റെ വില, സ്ഥലത്തിൻ്റെ വില ദിനംപ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതെ. മെറ്റീരിയൽസിൻ്റെ വിലകൾ, ഇതൊക്കെ ഒരു പാവപ്പെട്ട ആളെ സംബന്ധിച്ചിടത്തോളം സ്ഥലം വാങ്ങിച്ച് ഒരു വീട് പണിയുക എന്നുള്ളത് വലിയൊരു ഭാരിച്ച ഉത്തരവാദിത്തമായി മാറിയിട്ടുണ്ട്. അതിന് പുറമെ അതൊരു ലോണും, വീട് വെക്കാൻ വേണ്ടി ഒരു ഹൗസിംഗ് ലോണിലേക്ക് പോകുമ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ പല വിഷയങ്ങളും ഈ പലിശ മുതലും കൂടി കൂട്ടിയടച്ച് ഇതിൻ്റെ ഓരോ മാസങ്ങളിലും അവർക്കൊരു വലിയ ഭാരിച്ച ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയാണ് ഇങ്ങനൊരു പദ്ധതിയുമായി ബിൽഡർ വണ്ണ് ഇറങ്ങിത്തിരിച്ചത്. രണ്ടാമത്തെ കാര്യം, നമ്മളൊരു ലോൺ എടുത്തിട്ട് വീട് പണിയുമ്പോൾ അതിൽ താമസിക്കുമ്പോൾ നമുക്കൊരു പേടിയോടുകൂടെ, ഭയത്തോടു കൂടെയാണ് നമ്മളെ താമസം. 30 ദിവസം ആകുമ്പോഴത്തിന് ബാങ്കിൽ നിന്ന് ആൾ വരും, അതിൻ്റെ കൂടെ ബാക്കിയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം, ഇത് ഒരുമിച്ച് കൊണ്ടുപോകാൻ വളരെ പ്രയാസപ്പെട്ട ഒരു സ്ഥിതിവിശേഷമാണിപ്പോൾ നമ്മുടെ നാടുകളിലുള്ളത്. നമ്മളുടെ ഈ 100 വീട് പദ്ധതിയിൽ ഉൾപ്പെടുന്നതിനായി കസ്റ്റമേഴ്സ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നമ്മൾ ആദ്യമായിട്ട് വരുന്നൊരു കസ്റ്റമറെ സംബന്ധിച്ച് നമ്മൾ ഈ പദ്ധതികൾ പ്രഖ്യാപിച്ച ലാൻഡുകൾ വന്ന് വിസിറ്റ് ചെയ്ത് ലാൻഡ് അവർ കണ്ടിഷ്ടപ്പെടണം. അവർക്ക് ലാൻഡ് കണ്ടിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ സ്ഥലം മാർക്ക് ചെയ്തിട്ട് അവർക്ക് നൽകും. അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ അതിൻ്റെ തുടർ നടപടി എന്നുള്ളത് എഗ്രിമെൻ്റാണ്. എഗ്രിമെൻറ്റ് 2.5 ലക്ഷം രൂപ തന്ന് അവർ എഗ്രിമെൻ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ വീടിൻ്റെ പ്ലാന് അവരെ തൃപ്തിപ്പെടുന്നത് വരെ അവർ അപ്രൂവൽ ചെയ്യുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യും, പ്ലാൻ അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീടിൻ്റെ കുറ്റിയടിക്കൽ, ബാക്കിയുള്ള വീടിൻ്റെ കൺസ്ട്രക്ഷൻ വർക്കിലേക്ക് നമ്മൾ പോകും. ഇതാണ് നമ്മൾ ആദ്യമായിട്ടൊരു വരുന്ന കസ്റ്റമർ ചെയ്യേണ്ട നടപടി. ആദ്യം ലാൻഡ് കാണുക എന്നുള്ളത് തന്നെയാണ്. രണ്ടാമത്തത് വീട് പണി. നമ്മൾ അവർക്ക് പ്ലാന് അപ്രൂവലാക്കി തന്നാൽ നമ്മൾ വീടിൻ്റെ പണി ആരംഭിക്കും. എന്താണ് ഇങ്ങനൊരു പദ്ധതി തുടങ്ങാനുള്ള കാരണം? ബിൽഡർ വണ്ണിൻ്റെ ഓഫീസുകളിൽ നിരവധി ആളുകൾ, പാവപ്പെട്ട ആളുകൾ വന്നിട്ട് അവർ ലോണിൽ ബുദ്ധിമുട്ടി, ജപ്തിയാണ് എന്നൊക്കെ പറഞ്ഞ് ദിനംപ്രതി ആളുകൾ ഇങ്ങനെ വരാറുണ്ട്. അപ്പോഴാണ് കമ്പനി ഇങ്ങനൊരു പുതിയൊരു ആശയവുമായി മുന്നോട്ട് വന്നത്. പാവപ്പെട്ട ആളുകൾക്ക് 5 സെൻറ്റിലുള്ള ഒരു ഭവന പദ്ധതി, പലിശരഹിതമായിട്ടുള്ള ഒരു ഭവന പദ്ധതി എന്നുള്ള പുതിയൊരാശയം കമ്പനി കൊണ്ടുവന്നിട്ടുള്ളത് ഈ ആളുകൾക്കുള്ള ഒരു സൊല്യൂഷനായിട്ടാണ്. 5 സെൻറ്റ് സ്ഥലവും 2 BHK വീടുമാണെന്നുള്ളത് മനസ്സിലായി. ഇനി ഇതിൽ വരുന്ന നമുക്ക് അത്യാവശ്യമായിട്ട് അടിസ്ഥാന സൗകര്യങ്ങൾ, റോഡ്, വെള്ളം, ഇലക്ട്രിസിറ്റി, ഇതൊക്കെ എങ്ങനെയാണ് വരുന്നത്? അതൊക്കെ ഇതിൽ ഉൾപ്പെടുന്നതാണോ, അതോ അത് നമ്മൾ എക്സ്ട്രാ എടുക്കണോ? പേയ്മെൻ്റ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്? അതിനെ പറ്റിയിട്ട് നമ്മൾ കസ്റ്റമർ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, റോഡ് കമ്പനി ഈ എമൗണ്ടിൽ ഉൾപ്പെട്ടതാണ്. വൈദ്യുതി എന്ത് ചെയ്യും, നമ്മൾ തന്നെ കമ്പനി അവർക്ക് നൽകും. പിന്നെ വെള്ളം നമ്മൾ നൽകുന്നത് കോമൺ ആയിട്ടുള്ള വെള്ളമാണ് നൽകുക. അപ്പോൾ കോമൺ വെള്ളം എന്ന് പറഞ്ഞാൽ സാധാരണ വില്ല പ്രൊജക്റ്റിലൊക്കെ കാണുന്നത് പോലെ ഒരു കിണറിൽ നിന്ന് എല്ലാ വീട്ടിൽക്കും ഇപ്പോൾ ഒരു പ്രൊജക്റ്റ് നടക്കുന്ന സ്ഥലത്ത് നമ്മൾ ഇപ്പോൾ നിശ്ചയിച്ചത് പ്രകാരം 10 വീടുകൾ, 20 വീടുകൾ, 25 വീടുകൾ, ഇങ്ങനെയൊക്കെ ആയിട്ടാണ് നമ്മൾ 100 വീടുകൾ ഒരൊറ്റ സ്ഥലത്ത് കൊണ്ടുവരിക എന്നുള്ളതല്ല. 100 വീട് എന്ന് കേൾക്കുമ്പോൾ ഒരു സ്ഥലത്തുണ്ട് 100 വീട് കൊണ്ടുവരിക അല്ല. നമ്മൾ ഈ 6ഓളം സ്ഥലങ്ങളിലായി 100 വീടുകൾ നമ്മൾ കൊണ്ടുവരികയാണ്.
അപ്പോൾ ആ 100 വീടുകളിൽ ഇപ്പോൾ 10 വീട്, ഇപ്പോൾ ഉദാഹരണം പറയുകയാണ് 10 വീട് 20 വീട് 20 വീടിന് ഉള്ള വെള്ളത്തിൻ്റെ സപ്ലൈ നമ്മൾ കൊടുക്കും. ഒരു കോമൺ ആയിട്ടുള്ള വെള്ളം നമ്മൾ കൊടുക്കും. വൈദ്യുതി മൊത്തം നമ്മൾ എന്ത് ചെയ്യും? ഇതിനൊന്നും അഡീഷണൽ എമൗണ്ട് കസ്റ്റമറിൽ നിന്ന് നമ്മൾ ഈടാക്കുന്നില്ല. ഇതൊക്കെ ആ പദ്ധതിയിൽ ഉൾക്കൊണ്ട കാര്യങ്ങളാണ്. ഇതൊക്കെ കസ്റ്റമർക്ക് നമ്മൾ ഈ അഗ്രിമെൻറ്റിൽ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യും? വ്യക്തമാക്കി അവർക്ക് എഴുതി ഒപ്പിട്ട് നൽകുന്നതാണ്. ഇന്ന കാര്യങ്ങളൊക്കെ അതിൽ ഉൾക്കൊള്ളുന്നതാണ്, ഇന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളില്ല എന്നൊക്കെ വ്യക്തമായ അഗ്രിമെൻറ്റിൽ ഒരു അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാതെ നമ്മൾ വ്യക്തമാക്കി കൊടുക്കും. സാർ ഇപ്പോൾ പറഞ്ഞല്ലോ, ഒരാൾക്ക് 5 സെൻറ്റ് സ്ഥലം പിന്നെ അതുപോലെ തന്നെ 2 BHK വീടുമാണ് കൊടുക്കുന്നത് എന്ന്. അപ്പോൾ നമുക്ക് 5 സെൻറ്റിൽ കൂടുതൽ എടുക്കാൻ പറ്റുമോ? അതിൽ വീട്ടിൽ വരുന്ന സ്ക്വയർ ഫീറ്റിന് മാറ്റങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ 5 സെൻറ്റിൽ 6 സെൻറ്റ് ആക്കുക, 7 സെൻറ്റ് ആക്കുക, അതിനൊക്കെ അഡീഷണൽ എമൗണ്ട് അവർ നൽകേണ്ടി വരും. നമ്മൾ ഈ അഡീഷണൽ എത്രയാണോ അഡീഷണൽ എടുക്കണമെങ്കിൽ അതിന് അഡീഷണൽ പേയ്മെൻറ്റ് നൽകിയിട്ട് അവർക്ക് അവരുടെ കസ്റ്റമൈസ്ഡ് ആയിട്ട് നമ്മൾ നിർമ്മിച്ചു കൊടുക്കും. അപ്പോൾ എമൗണ്ട് EMI അടക്കേണ്ട മാസങ്ങൾ കൂടുമോ അതോ? അല്ല, EMIൻ്റെ മാസങ്ങൾ നമ്മൾ ക്ലിപ്തമാക്കിയ ഈ 90 മാസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ EMI അടച്ച് പൂർത്തിയാക്കാം. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കും? അഡീഷണലാക്കിയിട്ട് കൊടുക്കും. അല്ലാതെ കാലാവധി എന്ത് ചെയ്യണില്ല. ഈ അഡീഷണൽ സ്ഥലം എടുത്തു എന്നതുകൊണ്ട് കാലാവധി കൂടെയല്ല ചെയ്യണത്. ഈ എമൗണ്ടിൽ എന്ത് ചെയ്യും? വ്യത്യാസം വരും. സംഖ്യയിൽ മാറ്റം വരാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ വീട്ടിൽ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും ഉണ്ടാവുക? കസ്റ്റമേഴ്സിന് ഇപ്പോൾ 2 ബെഡ്റൂം ഉള്ളത് 3 ബെഡ്റൂം ആക്കണം. അല്ലെങ്കിൽ അവർക്ക് മുകളിലോട്ട് എടുക്കണം. ഒരു ബെഡ്റൂം മുകളിൽ വേണം. അല്ലെങ്കിൽ ചില കസ്റ്റമർക്ക് കോർട്ട്യാർഡ് വേണം. ഇങ്ങനെ എന്താണോ അവർ കസ്റ്റമൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവരുടെ ആ ഉദ്ദേശം നമ്മൾ എന്ത് ചെയ്യും? നടപ്പാക്കി കൊടുക്കുക. നമ്മൾക്കൊരു റെഡിമെയ്ഡ് ഒരു വീടുണ്ടാക്കിയിട്ട് അവർക്ക് കൊടുക്കുന്ന പദ്ധതിയല്ല. കസ്റ്റമൈസ് ഉദ്ദേശിക്കുന്ന കസ്റ്റമർ എന്താണോ അവർക്ക് എന്താണോ വേണ്ടത് അവരുടെ ഉദ്ദേശത്തിനനുസരിച്ച് വീടുണ്ടാക്കി കൊടുക്കുകയാണ്. ഇത് ആളുകളിപ്പോൾ നമ്മൾ വാടകയുടെ എമൗണ്ട് കൊണ്ട് വീട് സ്വന്തമാക്കാമെന്ന് പറയുമ്പോൾ ഉണ്ടാക്കി വെച്ച വീട് അവർക്ക് കൊടുക്കുകയൊന്നുമല്ല. ആ പദ്ധതി അല്ല ഇത്. ഒരു കാലങ്ങളോളമായിട്ട് വാടകയ്ക്ക് താമസിച്ച് വരുന്ന ഒരാൾക്ക് അതിൽ നിന്ന് മോചിതമാവാം. ഒരു 2 കൊല്ലം വാടക 2 കൊല്ലം കൊണ്ട് അവർക്ക് വാടക വീട്ടിൽ നിന്ന് ഒഴിവായി സ്വന്തം ഒരു വീട്ടിലേക്ക് മാറുക എന്നുള്ള കോൺസെപ്റ്റാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പദ്ധതി പ്രകാരം വീട് കിട്ടണമെന്നുണ്ടെങ്കിൽ സിബിൽ സ്കോറിൻ്റെ ആവശ്യമുണ്ടോ? മറ്റ് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് ആവശ്യമായിട്ട് വരുന്നത്? ഈ കാലഘട്ടത്തിൽ ഒരു ലോണുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ സാധാരണക്കാരൻ ബുദ്ധിമുട്ടുന്നൊരു വിഷയമാണ് സിബിൽ സ്കോർ എന്നുള്ളത്. നമ്മളെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സിബിൽ സ്കോറിൻ്റെ ആവശ്യമില്ല. അതേപോലെ വരുമാനങ്ങൾ തെളിയിപ്പിക്കേണ്ട ആവശ്യങ്ങൾ, മറ്റ് പല ബാങ്കുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ വരുന്ന 100,000 നൂലാമാലകൾ അതൊന്നും ഈ പദ്ധതിക്ക് യാതൊരു തടസ്സവും അല്ല. പിന്നെ ഈ പദ്ധതിയുമായി ബന്ധപ്പെടുമ്പോൾ എഗ്രിമെൻ്റ് വെക്കുന്ന സമയത്ത് നമ്മളെ ആധാർ കാർഡുമായി നമ്മളെ ശരിക്കുള്ള റെസിഡൻഷ്യൽ അഡ്രസ്സുമായി ബന്ധപ്പെട്ടും കൊണ്ടുള്ള ഒരു കരാറാണ് കമ്പനിയും ഈ കസ്റ്റമറും തമ്മിൽ നമ്മൾ ഉണ്ടാക്കുന്നത്. ഈ പദ്ധതി പ്രകാരം വീടെടുക്കുകയാണെങ്കിൽ പ്ലാനിൽ ഇടപെടാനും നിർമ്മാണം നിരീക്ഷിക്കാനും സാധിക്കുമോ? തീർച്ചയായിട്ടും സാധിക്കുന്നതാണ്. നമ്മൾ വീടെടുക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇതിൻ്റെ മുഴുവൻ കർമ്മങ്ങളിലും ആദ്യം മുതലേ ഈ വ്യക്തിക്കും കുടുംബത്തിനും ഉൾക്കൊണ്ടും കൊണ്ടുള്ളൊരു പദ്ധതിയാണ് കമ്പനി നടപ്പാക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ അതിൻ്റെ കുറ്റിയടിക്കൽ മുതൽ അല്ലെങ്കിൽ ആ കർമ്മങ്ങളിൽ അവർക്ക് വഹിക്കാൻ അവരുടെ കുടുംബത്തിനെ കൊണ്ടുവന്ന് നടത്തുന്ന ഒരു പ്രോഗ്രാമായിട്ട് തന്നെയാണ് നമ്മളിതിനെ ഉദ്ദേശിക്കുന്നത്. അതേപോലെ കട്ടിൽ വെപ്പ്, ഓരോ ചടങ്ങുകളും ഓരോ ഈ കസ്റ്റമേഴ്സിൻ്റെ, ഇപ്പോൾ മുസ്ലിംസ് ആണെങ്കിൽ ഉദാഹരണം പറഞ്ഞാൽ മുസ്ലിംസ് ആണെങ്കിൽ അവർക്ക് അവരുടേതായ കർമ്മങ്ങളും, ഹിന്ദുസ് ആണെങ്കിൽ അവരുടെ ഭൂമി പൂജ പോലത്തെ കാര്യങ്ങളും കർമ്മങ്ങളും, ക്രിസ്ത്യാനികളാണെങ്കിൽ അവർക്ക് അവരുടേതായ എല്ലാവിധ വിഷയങ്ങൾക്കും അനുസരിച്ചിട്ടുള്ള എല്ലാ വിധ സപ്പോർട്ടും കമ്പനി ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ നിരീക്ഷിക്കാനുള്ള ഒരു സംവിധാനം CCTV നിരീക്ഷണം,
അവരുടെ ഇന്നത്തെ ആധുനിക യുഗത്തിലുള്ള നമുക്കൊരു CCTV അവരുടെ മൊബൈലിലോട്ട് കണക്ട് ചെയ്ത് കൊടുക്കുന്ന. കാരണം ഈ നിരീക്ഷണം എന്ന് പറയുന്നത് ഇപ്പോൾ ദൂരത്തുനിന്നൊക്കെ ആലപ്പുഴ എറണാകുളത്തു നിന്നൊക്കെ വന്നിട്ട് അന്വേഷിക്കുന്ന ആളുകളുണ്ട്, കോഴിക്കോട്ടു നിന്നൊക്കെ. അപ്പോൾ അവർക്കൊക്കെ ഇവിടെ ഡെയിലി അല്ലെങ്കിൽ മാസത്തിലെ ആഴ്ചകളിലേക്കൊക്കെ വന്ന് പോവാം. ഈ നിർമ്മാണങ്ങൾ വീക്ഷിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാവാം. എപ്പോഴും വന്നു പോകുക അതൊരു വലിയൊരു ബാധ്യതയായിട്ട് മാറും. അപ്പോൾ അത് CCTVയിലൂടെ കറക്റ്റായിട്ട് CCTV ഉപയോഗിച്ച് നിരീക്ഷിക്കാനുള്ളൊരു ഓപ്ഷൻ കമ്പനി അവർക്ക് നൽകുന്നുണ്ട്. എന്തൊക്കെ പ്രോഫിറ്റാണ് ഈ പദ്ധതിയിൽ നിന്ന് കസ്റ്റമേഴ്സിന് ലഭിക്കുന്നത്? കസ്റ്റമേഴ്സ് ഈ പദ്ധതിയിൽ അംഗമാവുന്നതോടുകൂടെ അല്ലെങ്കിൽ കസ്റ്റമർ ഈ വീട് പർച്ചേസ് ചെയ്യുന്നതോടുകൂടെ ഒരു വലിയൊരു പ്രൊജക്റ്റിൻ്റെ പ്രാതിനിധ്യം അവർക്ക് ലഭിക്കുകയാണ്. കാരണം നമ്മൾ ഒരു 10 സെൻറ്റിൽ എവിടെയെങ്കിലും പോയിട്ട് അല്ലെങ്കിൽ ഒരു നമ്മളെ ഭാഗത്ത് ഒരു 10 സെൻറ്റ് സ്ഥലം മേടിക്കണ പോലെയല്ല, ഒരു പ്രൊജക്റ്റിൽ 10 സെൻറ്റ് സ്ഥലം മേടിച്ചൊരു വില്ല വെക്കുമ്പോൾ അതിന് ഗ്രോത്ത് കൂടാനുള്ള, അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വർദ്ധിക്കാനുള്ള 100% സാധ്യത ഉണ്ട്. അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ള ബെനിഫിറ്റ് അവർക്ക് കിട്ടും. നമ്മൾ ഒരു ഇൻട്രസ്റ്റും കൊടുക്കാതെയാണ്. അതേപോലെ ഓരോ വർഷത്തിലുള്ള ഈ ഡിപ്രിസിയേഷൻ, ഈ വർധനവ് അവർക്ക് കിട്ടും. ഇതിന് വില കൂടുകയാണ് ചെയ്യുക. കുറേ നമ്മളിപ്പോൾ ഒരു ഫ്ലാറ്റ് എടുക്കുന്ന രൂപത്തിലല്ല, ഒരു സ്ഥലവും വീടും കൂടി എടുക്കുമ്പോൾ ദിനം പ്രതി വില കൂടി കിട്ടുന്ന ആ ബെനിഫിറ്റ് കസ്റ്റമേഴ്സിന് കിട്ടും. അതേപോലെ പല ഗുണങ്ങളും, പലിശ ഇല്ല എന്നുള്ളത് വലിയൊരു ഘടകമാണ്. അത് ഇതിൻ്റെയൊക്കെ ബെനിഫിറ്റുകൾ കസ്റ്റമേഴ്സിനാണ് കിട്ടുക എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇൻ കേസ് ഇപ്പോൾ നമ്മളിപ്പോൾ ഏതെങ്കിലും മന്തിൽ നമ്മൾ അടവ് തെറ്റിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? അതിൻ്റെ നടപടികൾ എങ്ങനെയൊക്കെയാണ് കമ്പനി എടുക്കുക? കമ്പനി എടുക്കേണ്ടത്, നമ്മളിപ്പോൾ ഒരു 10 EMI ആണ് ആദ്യം കമ്പനി ഈ കസ്റ്റമറിൽ നിന്ന് മേടിച്ച് വെക്കുന്നത്. 10 EMI എന്ന് പറഞ്ഞപ്പോൾ ഒരു 10%. അപ്പോൾ 25 ലക്ഷം രൂപൻ്റെ ആണെങ്കിൽ 2.5 ലക്ഷം രൂപ, 35 ലക്ഷം രൂപൻ്റെ ആണെങ്കിൽ 3.5 ലക്ഷം രൂപ, 50 ലക്ഷം രൂപൻ്റെ വില്ല ആണ് എടുക്കണതെങ്കിൽ 5 ലക്ഷം രൂപ. അപ്പോൾ ഈ 5 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ 10 EMI ആണ് ഇതിൽ വരുന്നത്. ഈ 10 EMI നമ്മൾ ഇവരിടുന്നൊരു സെക്യൂരിറ്റി ആയിട്ട് വെക്കുകയാണ്. 10 EMI വരെ ഒരു EMI തെറ്റി, അപ്പോൾ നമ്മൾ ഈ സെക്യൂരിറ്റിയിൽ നിന്ന് ഒരു EMI എടുത്ത് ഇങ്ങോട്ട് വെക്കും. അപ്പോൾ അതിനുശേഷം രണ്ടാമത്തത് തെറ്റി, പിന്നെ ഒരു 3 മാസം കഴിഞ്ഞിട്ട് രണ്ടാമത്തത്. അപ്പോൾ 10 EMI തെറ്റുന്നത് വരെ കസ്റ്റമർക്ക് എന്ത് ചെയ്യാം, ഈ ഇതിങ്ങനെ അഡീഷണൽ എമൗണ്ടോ അല്ലെങ്കിൽ ബാങ്കുകാർ എടുക്കുന്ന പോലെ പലിശ അതൊന്നുമില്ല. നമ്മൾ ഈ ഫിക്സഡ് എമൗണ്ടിൽ തന്നെയാണ് എല്ലാം നിൽക്കുക. 10 EMI തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ നിലവിൽ വെച്ച എഗ്രിമെൻ്റ് എന്ത് ചെയ്യും, ക്യാൻസലാവുമെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അത് തെറ്റാതെ എന്ത് ചെയ്യണം, കസ്റ്റമർ നോക്കുക എന്നുള്ളത് കസ്റ്റമറുടെ ഒരു ബാധ്യതയാണ്. 10 EMI നമ്മളിപ്പോൾ ഈ 9 വർഷത്തിൻ്റെ ഇടയിൽ 10 EMI തെറ്റാതെ നോക്കുക എന്നുള്ളതാണ് കസ്റ്റമർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. EMI അടയ്ക്കാനുള്ള വരുമാന മാർഗം കമ്പനി നൽകുമെന്ന് പറഞ്ഞിരുന്നല്ലോ, അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? EMI 25,000 രൂപയാണ് നമ്മൾ വരുന്നത്. അപ്പോൾ നമ്മളെ കമ്പനീൻ്റെ ബാക്കി ഇപ്പോൾ നമ്മളെ ഫ്ലോട്ടുകൾ, അതേപോലെ തന്നെ നമ്മളെ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകൾ, നമ്മളെ റിസോർട്ടുകൾ, ഇതെല്ലാം കമ്പനിയുടെ പ്രൊഡക്റ്റുകളാണ്. ഈ ഒരു ജോലിയോടുകൂടെ അവർ നമുക്ക് നമ്മളെ പ്രൊഡക്റ്റുകൾ മാർക്കറ്റിംഗ് ചെയ്തിട്ട് അവർക്ക് വരുമാനം കണ്ടെത്താനുള്ള ട്രെയിനിങ്ങും അതിനുള്ള സംവിധാനവും കമ്പനി ഒരുക്കുന്നുണ്ട്. അത് പാർട്ട് ടൈമായിട്ട് വേണമെങ്കിൽ അവർക്ക് വർക്ക് ചെയ്യാം, ഫുൾ ടൈമായിട്ടും വർക്ക് ചെയ്യാം. അതിന് വേണ്ട മുഴുവൻ ട്രെയിനിങ്ങുകളും നമുക്ക് സെയിൽസിന് വേണ്ട കാര്യങ്ങളെല്ലാം കമ്പനിയുടെ ഭാഗത്തുനിന്ന് കമ്പനിയുടെ കൂടെ കൂട്ടി ചെയ്യുന്നൊരു പദ്ധതി തന്നെ കമ്പനിക്കുണ്ട്. അത് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ പാലക്കാട് ജില്ലയിലുള്ള ഓരോ പഞ്ചായത്തുകളിലും കമ്പനീൻ്റെ ചാനൽ പാർട്ട്ണറായി നമ്മളോട് കൂടെ ജോയിൻ ചെയ്ത് ആ ഭാഗത്തുള്ള കൺസ്ട്രക്ഷൻ, ഒന്നാമത് കൺസ്ട്രക്ഷൻ വർക്ക്, ആ നാട്ടിൽ നടക്കുന്ന പ്രാദേശികമായിട്ടുള്ള കൺസ്ട്രക്ഷൻ വർക്കുകൾ, ബിൽഡിംഗ് വർക്കുകളാണെങ്കിലും വീടുകളുടെ വർക്കുകളാണെങ്കിലും കൊമേഴ്ഷ്യൽ മറ്റുള്ള പ്രൊജക്റ്റുകളൊക്കെ കമ്പനി ഏറ്റെടുത്ത് ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പാർട്ട്ണറായിട്ട് നമ്മളെ കൂടെ നിന്നിട്ട് അവർക്ക് വരുമാനം കണ്ടെത്താനുള്ള ഒരു മാർഗം കമ്പനി അവരെ പഠിപ്പിക്കുന്നുണ്ട്. രണ്ടാമത് നമ്മളെ ഇതേ പ്രൊജക്റ്റുകളിലേക്ക്, ഇപ്പോൾ ഈ വീടിൻ്റെ പദ്ധതികളിലേക്ക് ആളുകളെ അവർക്ക് എന്ത് ചെയ്യാം, കൊണ്ടുവരാം.
കൊണ്ടുവന്ന് അവരുടെ കുടുംബത്തിലുള്ള ആളുകൾ അല്ലെങ്കിൽ ബന്ധുക്കൾ അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കൾ ഇതൊക്കെ ഈ മാർഗത്തിലൂടെയൊക്കെ അവർക്ക് ആളുകളെ കൊണ്ടുവന്നിട്ട് ഒരു വരുമാനം കമ്പനിക്ക് എന്ത് ചെയ്യാം, കമ്പനിയിൽ നിന്നൊരു വരുമാനം അവർക്ക് ഉണ്ടാക്കി ഈ വീട് എന്നുള്ള സ്വപ്നം അവനക്ക് നിർവഹിക്കാൻ പറ്റുന്ന, ആ സ്വപ്നം അവർക്ക് യാഥാർത്ഥ്യമാക്കാൻ പറ്റുന്ന പല പദ്ധതികൾ കമ്പനിയുമായിട്ടുണ്ട്. അത് വിശദമായിട്ട് അറിയണമെങ്കിൽ നേരിട്ട് കമ്പനിയുടെ ഓഫീസുകളുമായി ബന്ധപ്പെട്ട അവിടുന്ന് അതിൻ്റേതായ ഫുൾ രൂപരേഖ ഈ വ്യക്തിക്ക് നമ്മൾ പഠിപ്പിച്ച് ട്രെയിനിങ് സപ്പോർട്ടിങ് എല്ലാം കൊടുത്ത് നമ്മളെ കൂടെ നിർത്തുന്ന ഒരു പദ്ധതി നമ്മൾ കമ്പനി നടപ്പാക്കിയിട്ടുണ്ട്. അതാണ് നമ്മളിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു സാധാരണക്കാരന് നമ്മളെ കൂടെ കൂടി വർക്ക് ചെയ്തിട്ട് അവനക്കൊരു വീടുണ്ടാക്കാം എന്നാണ് കമ്പനി പറഞ്ഞതിൻ്റെ ചുരുക്കം. കസ്റ്റമർക്ക് എത്രയും പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന ഓഫീസുകൾ നിലവിൽ ഇപ്പോൾ എവിടേക്കാണുള്ളത്? നിലവിൽ കസ്റ്റമേഴ്സിന് പെട്ടെന്ന് ബന്ധപ്പെടാൻ പറ്റുന്ന ഓഫീസുകൾ ചെറുപ്പളശ്ശേരി ടൗണിനോടനുബന്ധിച്ചിട്ട് നമുക്ക് ഓഫീസുണ്ട്. അത് പേങ്ങാട്ടി എന്ന് പറയുന്ന സെൻറ്ററിലാണുള്ളത്. പിന്നെ പട്ടാമ്പിയുമായി ബന്ധപ്പെട്ട ഓഫീസ് പട്ടാമ്പി കൂട്ടുപാത സെൻറ്ററിലാണുള്ളത്. ഒറ്റപ്പാലവുമായി ബന്ധപ്പെട്ട ഓഫീസ് ഒറ്റപ്പാലം വരോഡ് സെൻറ്ററിലാണുള്ളത്. ഒക്കെ നമുക്ക് ആളുകൾക്ക് പെട്ടെന്ന് വന്ന് ഒരു സാധാരണക്കാരന് ബസ്സിൽ വന്നാൽ പോലും ഉൾക്കൊള്ളാൻ പറ്റുന്ന സ്ഥലങ്ങളിലാണ് കമ്പനി ഓഫീസ് നിലകൊള്ളുന്നത്. ഷർണൂർ ടൗണിനോടനുബന്ധിച്ചിട്ട് കമ്പനിക്ക് ഓഫീസ് നിലവിലുണ്ട്. ഇത്തരം സ്ഥലങ്ങളിൽ കമ്പനിക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന, സാധാരണക്കാരന് വന്നു പോകാൻ പറ്റുന്ന സ്ഥിതിയിലുള്ള ഓഫീസുകൾ ഇവിടെ എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അതിൽ ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണ്. പദ്ധതിയുടെ വിശദ വിവരങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മൾ പറയാത്ത വിവരങ്ങൾ വിശദമായിട്ട് അറിയേണ്ട ആവശ്യങ്ങളുണ്ടെങ്കിൽ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാൽ അത് നമ്മളെ സ്റ്റാഫുകൾ ക്ലിയറാക്കി തരുന്നതായിരിക്കും. 25,000 രൂപയാണ് മാസം തവണ ആയിട്ട് വരുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സാധാരണക്കാരന് ഈ 25,000 പോസിബിൾ ആണോ അടക്കാനായിട്ട്? സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണക്കാരൻ്റെ വീട്ടിൽ 2 പേര് ജോലിക്ക് പോകുന്നുള്ള ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് 2 പേര് ജോലിക്ക് പോകുന്ന ഒരാൾക്ക് ഇത് നമുക്ക് വളരെ ലളിതമായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തൊരു കാര്യം, നമ്മൾ ഒരു വീട് പണി സാധാരണക്കാരനാണെങ്കിലും തുടങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ അവൻ്റെ കയ്യിൽ ചെറിയൊരു നീക്കിരിപ്പ് ഉണ്ടാവും. ആ നീക്കിരിപ്പ് കൂട്ടി കമ്പനിയിലോട്ട് അടച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ അവൻ ഒരു വ്യക്തി നമ്മൾ 2.5 ലക്ഷം രൂപ കൊടുക്കുന്നതിന് പകരം ഒരു എക്സാമ്പിൾ പറയാം, ഉദാഹരണം പറയാം, ഒരു 5 ലക്ഷം രൂപ അടച്ചു. ആദ്യം തന്നെ നമ്മൾ ഡൗൺ പേയ്മെൻ്റ് എന്ന് പറയണ സംഭവം നമ്മളൊരു 5 ലക്ഷം രൂപ അടച്ചാൽ ആദ്യത്തെ 24 മാസം അവനക്ക് 15,000 രൂപ അടച്ചാൽ മതി. അപ്പോൾ ഒരു വാടകയ്ക്കുള്ള ഒരാൾ ആ ആദ്യത്തെ 24 മാസം വാടകയും കൊടുക്കണം, EMI കൂടി ചിലപ്പോൾ അവർക്ക് എത്തിപ്പെടില്ല. അപ്പോൾ അവർക്കിത് സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെയ്യാം. അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ ക്യാഷ് അടച്ചാൽ ഈ എമൗണ്ടിൽ നിന്നാണ് അത് കമ്മിയാവുന്നത്. നമ്മളിപ്പോൾ ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുക്കുക, ഒരു ഉദാഹരണം പറയാം, നമ്മൾ സാധാരണക്കാർ ഒരു 20 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തെന്ന് വിചാരിക്കുക. ലോൺ എടുത്തു കഴിഞ്ഞാൽ 10 വർഷം കൊണ്ട് ഈ ലോണ് 40 ലക്ഷം രൂപയാവും. ഇവിടെ ഈ മേടിക്കണ എമൗണ്ട് 15 ലക്ഷം രൂപ ഒരു ആൾക്ക് ഇതൊരു ലാഭമായിട്ട് അവനക്ക് കിട്ടും. എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റിലേക്കൊന്നും പോകുന്നില്ല, നമ്മളുടെ മുതൽ മാത്രമാണ്, ഈ മുതലിലേക്ക് മാത്രമുള്ള എമൗണ്ടാണ് നമ്മൾ അടച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിൽ അടുത്തൊരു കാര്യം, സാധാരണക്കാരൻ്റെ കാര്യം തന്നെ നമുക്ക് പറയാം. ഓരോ വർഷവും നമ്മളിപ്പോൾ ലാൻഡിനാണെങ്കിലും അതേപോലെ മെറ്റീരിയൽസിനാണെങ്കിലും റേറ്റുകൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക, വർധനവ്. അപ്പോൾ ഒരു എക്കണോമിക് ലെവലിൽ ഒരു വർഷത്തിൻ്റെ കണക്ക് പ്രകാരം ഒരു 8% അല്ലെങ്കിൽ 7% ലാൻഡ് കോസ്റ്റും മെറ്റീരിയൽ കോസ്റ്റും വർദ്ധിക്കും, ലേബർ കോസ്റ്റ് വർദ്ധിക്കും. അപ്പോൾ ഇപ്പോൾ വീട് പണിയാതെ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് കഴിയുമ്പോൾ 8% വീണ്ടും വർധനവിന് ഈ സാധാരണക്കാരൻ അകപ്പെട്ടു പോകും. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ ചെയ്യുമ്പോൾ ആ ഒരു ബെനിഫിറ്റ് സാധാരണക്കാരന് കിട്ടും. അതേപോലെ ഈ വർധനവിൻ്റെ ബെനിഫിറ്റ് സാധാരണക്കാരന് കിട്ടും. ഇതിൽ ടോട്ടൽ കോസ്റ്റാണ് 25 ലക്ഷം രൂപ.
അതിലെല്ലാം ഉൾക്കൊള്ളും. പെർമിറ്റ് അടക്കം. അവരിപ്പോൾ നമ്മളൊരു വീട് പണി എടുക്കുകയാണെങ്കിൽ പെർമിറ്റ് നമ്മളെടുക്കണം. അല്ലെങ്കിൽ അവിടെ വരുന്ന കുറേ നമ്മളറിയാത്ത കുറേ പണികൾ വരും. വെള്ളം നമ്മളുണ്ടാക്കണം, കറണ്ട് നമ്മളുണ്ടാക്കണം. ഇതൊന്നും ഒരു കൺസ്ട്രക്ഷൻ കോൺട്രാക്ടർ എന്നുള്ള ലെവലിൽ ആരും ഇതൊന്നും ഏറ്റെടുക്കില്ല. അവിടുത്തെ നനക്കൽ ഇതെല്ലാം ഈ 25 ലക്ഷം രൂപയിൽ ഉൾക്കൊണ്ടതാണ്. അപ്പോൾ അത് ഏറ്റവും ബെനിഫിറ്റ് കിട്ടുക, ഇതിൻ്റെ ഗുണം കിട്ടുക സാധാരണക്കാരനാണ്. ഇത് ശരിക്കും ഇതിനെപ്പറ്റി പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ ഗുണം സാധാരണക്കാരന് കിട്ടും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ നമ്മൾ ഈ തുടക്കത്തിൽ 2.5 ലക്ഷം തരുന്നതിന് പകരം കൂടുതൽ എമൗണ്ട് നമ്മൾ തന്നു കഴിഞ്ഞാൽ ഈ 2 വർഷത്തിനുള്ളിൽ പണി ചെയ്ത് കൊടുക്കും എന്ന് പറയണ്ടല്ലോ, അത് മുന്നേ തീർത്ത് തരുമോ പണി? മുന്നേ ഇപ്പോൾ നമ്മളിപ്പോൾ 2 വർഷം എന്നുള്ള കാലാവധി നമ്മൾ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. ഇനിയിപ്പോൾ ഒരു കസ്റ്റമർക്ക് പെട്ടെന്ന് 1 വർഷം കൊണ്ട് വീട് വേണം എന്ന് നിർബന്ധം പിടിക്കുകയാണെങ്കിൽ 50%, ഇപ്പോൾ നമ്മൾ 25 ലക്ഷം രൂപൻ്റെ 50%, 12.5 ലക്ഷം രൂപ അയാൾ ആദ്യമായിട്ട് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 1 വർഷം കൊണ്ട് തന്നെ വീട് കൊടുക്കാൻ പറ്റും. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം എന്താ വെച്ചാൽ, ഇപ്പോൾ 24 മാസം കഴിഞ്ഞിട്ട് വീട് കിട്ടുള്ളൂ എന്നുള്ളൊരു വിഷയത്തിന് 6 ലക്ഷം രൂപയാണ് ഈ കസ്റ്റമർ കമ്പനിക്ക് നൽകുന്നത്. അപ്പോൾ നമ്മൾ ആര് ചിന്തിച്ചാലും നമുക്കറിയാം 6 ലക്ഷം രൂപയായിട്ട് ഒരു വീടുണ്ടാക്കാൻ പറ്റുമോ? അപ്പോൾ ഈ 6 ലക്ഷം രൂപൻ്റെ കൂടെ പ്ലസ് കമ്പനി എന്ത് ചെയ്യണം? ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഈ വീടുണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെയും കൂടി ഒരു കാലതാമസം വെച്ചിട്ടാണ് ഈ എന്ത് പറയണത്, നമ്മൾ 24 മാസം എന്ന്. അവർ സാധാരണക്കാരൻ പെട്ടെന്ന് 12 ലക്ഷം രൂപ അല്ലെങ്കിൽ 12.5 ലക്ഷം രൂപ കയ്യിലെടുക്കാനില്ലാത്ത ഒരാൾക്ക് ഇതിന്ന് ഈ പദ്ധതിയിൽ നിന്ന് ഔട്ടാവാതിരിക്കാനാണ് 2.5 ലക്ഷം രൂപ ആദ്യം തന്നാൽ മതി, 10% ഡൗൺ പേയ്മെൻറ്റ് തന്നാൽ മതി എന്ന് പറയുകയാണ്. ഇനി ലോൺ എടുക്കുന്ന ഒരാളെ അപേക്ഷിച്ച് നമുക്കൊന്ന് ചിന്തിക്കുക. ഒരു 25 ലക്ഷം രൂപ ലോൺ എടുക്കുന്ന ഒരു വ്യക്തി, ആ ലോൺ എടുക്കുന്ന വ്യക്തി ആദ്യം 20% അല്ലെങ്കിൽ 30% അയാൾ എന്ത് ചെയ്യണം? ആദ്യം ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കണം. ബാക്കിയാണ് ബാങ്കിൽ നിന്ന് ലോൺ കിട്ടുള്ളൂ. 70% അല്ലെങ്കിൽ 80% നല്ല പ്രൊഫൈലുള്ള ആൾക്ക് 80% ബാങ്ക് കൊടുക്കുക. അപ്പോൾ അത് മാത്രമല്ല, ഒരു 25 ലക്ഷം രൂപൻ്റെ പ്രോപ്പർട്ടി ഒരാൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് മേടിക്കുമ്പോൾ അതിൽ അവർ 10% സ്റ്റാമ്പ് ഡ്യൂട്ടി ആയിട്ട് വരും. അപ്പോൾ വീണ്ടും ഈ 25 ലക്ഷം പ്ലസ് 2.5 ലക്ഷം എന്ത് ചെയ്യണം? പ്ലസ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബെനിഫിറ്റ് സാധാരണക്കാരന് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ ഇത് മനസ്സിലാക്കുമ്പോൾ, നമ്മൾ ഈ പദ്ധതിയെപ്പറ്റി ശരിക്കും പഠിക്കുമ്പോൾ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും വിശദമായി പഠിക്കുമ്പോൾ അത് മനസ്സിലാവുമെന്നാണ് നമുക്ക് പറയാനുള്ളത്. നമ്മുടെ ഈ 100 വീട് പദ്ധതിയിൽ ഉൾപ്പെടുന്നതിനായി കസ്റ്റമേഴ്സ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നമ്മൾ കസ്റ്റമർ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാലേ, അവരാദ്യം വന്ന് നമ്മൾ പ്രഖ്യാപിച്ച ലാൻഡുകൾ കാണണം, വിസിറ്റ് ചെയ്യുക. ലാൻഡ് കണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ സ്ഥലം അവരുടെ പേരിൽ മാർക്ക് ചെയ്ത് കൊടുക്കും. 5 സെൻറ്റ് സ്ഥലമാണ് നമ്മൾ ഈ പദ്ധതിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ ആ 5 സെൻറ്റ് സ്ഥലം നമ്മൾ അവരുടെ പേരിൽ മാർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് രണ്ടാമത്തെ ഇതിൻ്റെ സ്റ്റെപ്പ് എഗ്രിമെൻറ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് പ്ലാന് കസ്റ്റമറിന് കാണിച്ച് അവർക്ക് അയച്ചു കൊടുത്ത് കസ്റ്റമർ ആ പ്ലാന് അപ്രൂവലാക്കി ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ വർക്ക് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിന് പേയ്മെൻറ്റ് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടിയിരിക്കുക? ഈ പേയ്മെൻറ്റിൻ്റെ എന്ന് പറഞ്ഞാൽ എഗ്രിമെൻറ്റ് വെക്കുന്ന സമയത്ത് ഏത് സാധാരണക്കാരനും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സംഖ്യയാണ് കമ്പനി ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. 2.5 ലക്ഷം രൂപ തന്ന് എഗ്രിമെൻറ്റ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കൺസ്ട്രക്ഷൻ ആരംഭിക്കുന്ന ഓരോ സ്റ്റേജ് ബേസായിട്ടാണ് EMI നമ്മൾ അവർക്ക് ലളിതമായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് വലിയൊരു ഭാരമില്ലാതെ വീട് പൂർത്തീകരിക്കാൻ നമുക്ക് പറ്റുന്ന ഒരു പദ്ധതിയായിട്ട് ഈ പ്രോഗ്രാമിനെ ഉൾക്കൊള്ളാൻ പറ്റുന്നതാണ്. അപ്പോൾ എത്ര വർഷം കൊണ്ടാണ് നമുക്ക് വീട് പൂർത്തിയായി അതിൽ താമസം തുടങ്ങാൻ പറ്റുക?
കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു വില്ല പ്രൊജക്റ്റ് സാധാരണ എല്ലാ കമ്പനികളും പറയണത് പോലെ തന്നെ നമുക്കൊരു 2 വർഷ കാലാവധിയാണ്, 24 മാസമാണ് നമ്മൾ പറയണത്. 24 മാസത്തിന് ശേഷം ആ 24 മാസത്തിൽ 4 സ്റ്റേജായിട്ടാണ് നമ്മളതിനെ സ്റ്റേജ് ബേസ് ആയിട്ട് മാറ്റിയിട്ടുള്ളത്. 6 മാസത്തിൽ വീട് പണിത ഒരു സ്റ്റേജ് എത്തും. പിന്നെ രണ്ടാമത്തെ 12 മാസമാകുമ്പോൾ ലിൻഡലിൻ്റെ സ്റ്റേജ്. അത് കഴിഞ്ഞാൽ 18 മാസമാകുമ്പോൾ ഫുൾ സ്ട്രക്ചർ കംപ്ലീറ്റഡ് ആവും. അപ്പോൾ എപ്പോഴാണ് നമ്മൾ ഈ റെൻ്റ് അടച്ച് തുടങ്ങേണ്ടതായിട്ട് വരിക? റെൻറ്റ് നമ്മൾ അടക്കേണ്ട സമയം നമ്മൾ പ്ലാൻ അപ്രൂവലാക്കി കൺസ്ട്രക്ഷൻ ആരംഭിക്കുന്ന സമയത്ത് തന്നെ നമ്മളിപ്പോൾ ഒരു വീട് പണിക്ക് സ്വതവേ ഒരു എമൗണ്ട് മാറ്റി വെക്കാതെ കയ്യിലുള്ള ചെറിയൊരു എമൗണ്ട് വെച്ചിട്ട് തന്നെ വീട് പണി നമുക്ക് ആരംഭിക്കാൻ പറ്റുന്നതാണ് നമ്മൾ പറയണം. അപ്പോൾ ആ വീട് പണി ആരംഭിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു 25,000 രൂപ വെച്ച് നമ്മൾ ഓരോ മാസം അടക്കുമ്പോൾ അതാണ് ഞാൻ മുന്നേ പറഞ്ഞത്, 6 മാസം കൊണ്ട് ഒരു സ്റ്റേജ്, അത് അഗ്രിമെൻറ്റിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ടാവും. പിന്നെ ഒരു 6 മാസം 12ാമത്തെ മാസം നമ്മൾ ലിൻഡലിൻ്റെ IT കാര്യങ്ങളൊക്കെ ആക്കി. പിന്നെ 18 മാസം ആകുമ്പോഴത്തേന് അതിൻ്റെ സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്ത്, പിന്നെ അടുത്ത സ്റ്റേജ് ആകുമ്പോഴത്തേന് അതിൻ്റെ ഇലക്ട്രിക്കൽ പ്ലംബിങ് കംപ്ലീറ്റ് ചെയ്ത്, ഫിനിഷിങ് 24 മാസം ആകുമ്പോഴത്തേന് പെയിൻറ്റിങ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഫിനിഷിങ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ചാവി കസ്റ്റമർക്ക് കൈമാറും. ഇതൊരു സാധാരണ ഒരു വില്ല പ്രൊജക്റ്റിലുള്ളൊരു പ്രോസസ്സ്, ഡെവലപ്മെൻറ്റ് കാര്യങ്ങൾ. ഇതിൻ്റെ ഇടയിൽ ചിലപ്പോൾ നമുക്ക് നമ്മുടെ നാടാണല്ലോ, ഈ നാട്ടിൽ വരുന്ന പല പ്രകൃതിപരമായിട്ടുള്ള മഴക്കാലം, ഈ മെറ്റീരിയൽസ് ലഭിക്കാതിരിക്കുക, അതൊക്കെ കണക്കിലെടുത്താണ് കമ്പനി ഇങ്ങനൊരു 24 മാസം കൊണ്ട് പൂർത്തീകരിച്ച് തരാം എന്നുള്ള ഉറപ്പ് കസ്റ്റമർക്ക് നൽകുന്നത്. 25ാമത്തെ ഒരു മാസത്തിലേക്ക് എന്തായാലും കടക്കാതെ 24 മാസം കൊണ്ട് കട്ട് ഓഫ് ലൈനാക്കി നമ്മൾ എന്ത് ചെയ്യും, അത് വർക്ക് പൂർത്തീകരിച്ചിട്ട് കസ്റ്റമർക്ക് കൈമാറുന്നതാണ്. ടോട്ടൽ ഇപ്പോൾ എത്ര സ്ക്വയർ ഫീറ്റ് വീടാണ് ചെയ്യുന്നത്? നമുക്ക് അതിലും കൂടുതൽ ചെയ്യാൻ പറ്റുമോ? കമ്പനി ഇപ്പോൾ നിലവിൽ നമ്മൾ കമ്പനി പറഞ്ഞിട്ടുള്ളത് 2 BHK വില്ല എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് 850 സ്ക്വയർ ഫീറ്റ് വീടും 5 സെൻറ്റ് സ്ഥലവുമാണ്. അപ്പോൾ നമുക്ക് 5 സെൻറ്റ് സ്ഥലം അല്ലാണ്ട് കൂടുതൽ സെൻറ്റ് എടുക്കാനായിട്ട് പറ്റുമോ? കൂടുതൽ സ്ഥലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 7.5 സെൻറ്റ് സ്ഥലം, പിന്നെ 1200 സ്ക്വയർ ഫീറ്റ് വീട്, അത് രണ്ടാമത്തെ ഒരു സ്കീമുണ്ട്. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ കണക്കാക്കുന്ന മൂന്നാമത്തെ ഒരു സ്കീം 10 സെൻറ്റ് സ്ഥലം, 1700 സ്ക്വയർ ഫീറ്റ് വീട്, ഇങ്ങനെ ഓരോ സ്ലാബിലും നമുക്കുണ്ട്. ഇനി അതല്ലാതെ തന്നെ കസ്റ്റമൈസ്ഡായിട്ട് അവരുടെ ചെറിയ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മുസ്ലിംസ് ആണെങ്കിൽ അവർക്കൊരു നിസ്കാര റൂം, അല്ലെങ്കിൽ ഹിന്ദുസ് ആണെങ്കിൽ അവർക്കൊരു പൂജാമുറി, ഇതൊക്കെ അവരുടെ ഒരു കസ്റ്റമൈസിനനുസരിച്ചിട്ട് നമ്മൾ പണിത് കൊടുക്കും. അപ്പോൾ അതിന് അഡീഷണൽ വരുന്ന സംഖ്യ എത്രയാണോ അത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് EMIയിലേക്ക് നമ്മൾ കൺവെർട്ട് ചെയ്ത് കൊടുക്കും. ഈ 850 സ്ക്വയർ ഫീറ്റിൽ നമുക്ക് സ്റ്റെയർ വരുമോ? 850 സ്ക്വയർ ഫീറ്റിൽ സ്റ്റെയർ ഇല്ലാത്ത ഡിസൈനിങ് ആണ് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി ഒരു കസ്റ്റമർക്ക് സ്റ്റെയർ വേണം, ആഡ് ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ പ്ലസ് ആക്കിയിട്ട്, കാരണം ഒരു സ്റ്റെയർ വരുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഡബിൾ സ്ക്വയർ ഫീറ്റാണ് വരിക. ഡബിൾ സ്ക്വയർ ഫീറ്റ് അതിൻ്റെ ആയിട്ട് സ്റ്റെയർ റൂമും കൂടി വരുമ്പോൾ അപ്പോൾ അതിന് വലിയൊരു സംഖ്യ മാറ്റം വരാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് കമ്പനി ഒരു സാധാരണക്കാരൻ ഉൾക്കൊള്ളട്ടെ എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടെയാണ് സ്റ്റെയർ വേണ്ട എന്ന് വെക്കാനുള്ളൊരു തീരുമാനം എൻജിനീയർമാരുടെ ഭാഗത്തുനിന്ന് വന്നതുകൊണ്ടാണ് നമ്മളത് അങ്ങനെ ഒരു ക്ലിപ്തമാക്കി വെച്ചിട്ടുള്ളത്. സ്റ്റെയർ ഇല്ലാത്ത ഒരു വീട് എന്നുള്ള ഒരു കോൺസെപ്റ്റ് കൊടുത്തിട്ടുള്ളത്. 6ഓളം സ്ഥലങ്ങളിലാണ് പദ്ധതി ഉള്ളത് എന്ന് പറഞ്ഞു. എവിടേക്കാണ് വരുന്നത് ഈ 6ഓളം സ്ഥലങ്ങൾ? എവിടെയാണെന്നാണ് ചോദ്യം. അതെ, നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയത്തിൽ എന്താ വെച്ചാൽ, കമ്പനി എടുക്കുന്ന എല്ലാ സ്ഥലങ്ങളും, ഇപ്പോൾ നമ്മൾ ഏത് സ്ഥലമാണെങ്കിലും നമ്മളൊരു ടൗണ് ബേസ് ചെയ്തിട്ടാണ് എടുക്കാറുള്ളത്.
ഇപ്പോൾ ഒറ്റപ്പാലം ഒരു സ്ഥലം നമ്മൾ ഒറ്റപ്പാലം വരോട് എന്ന് പറഞ്ഞ പ്രദേശം. അപ്പോൾ ഈ വരോട് എന്ന് പറഞ്ഞാൽ ഹൈവേയിൽ നിന്ന് 700 മീറ്റർ കഴിഞ്ഞാൽ നമ്മളെ പ്രൊജക്റ്റ് ആരംഭിക്കുന്ന ഒരു സ്ഥലമാണ്. ഹൈവേയിൽ നിന്ന് 700 മീറ്റർ കഴിഞ്ഞാൽ. ഇതേപോലെ ചെറുപ്പശ്ശേരി മുനിസിപ്പാലിറ്റിയിലാണ് വേറെ 10 വീട് നമ്മൾ കൊടുക്കുന്നത്. അത് കച്ചേരിക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലമാണ്. അവിടെയൊക്കെ നല്ല വീടുകളുള്ള. പിന്നെ വേറൊരു കാര്യം, കമ്പനി ഉൾക്കൊള്ളുന്ന ഏത് ലാൻഡ് എടുക്കുമ്പോഴും നമ്മൾ ശുദ്ധമായ വായു ലഭിക്കുന്ന ആ വായുവിൻ്റെ കണ്ടൻറ്റ് പോലും നമ്മൾ എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ പരീക്ഷിച്ചിട്ടാണ്, അതിൻ്റെ ടെസ്റ്റിംഗ് അടക്കം നടത്തിയിട്ടാണ് വെള്ളം, വായു ഇതൊക്കെ ശുദ്ധമായ കിട്ടുന്ന സ്ഥലമാണ് കമ്പനി സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2 സ്ഥലം ഇപ്പോൾ ഞാൻ പറഞ്ഞു. ഒന്ന് ഒറ്റപ്പാലം, ചെറുപ്പശ്ശേരി. പട്ടാമ്പിയിലാണ് മൂന്നാമത്തേത്. അത് പട്ടാമ്പി കൂട്ടുപാതയിലാണ്. അപ്പോൾ ആ കൂട്ടുപാത ഹൈവേയിൽ നിന്ന് 100 മീറ്ററാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് നടക്കുന്ന സ്ഥലത്തോട്ടുള്ളത്. അതേപോലെ പിന്നെ കൊപ്പം ടൗണിൽ നിന്ന് 1.5 കിലോമീറ്ററുള്ള പുലാശ്ശേരിയിലാണ്, 1.5-2 കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ള പുലാശ്ശേരിയിലാണ് നമ്മൾ 20 വീട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ വെല്ലപ്പുഴ ടൗണുമായി ബന്ധപ്പെട്ടിട്ട് കുറുവട്ടൂർ എന്ന് പറഞ്ഞ ഒരു വില്ലേജാണ്, ഒരു ഗ്രാമപ്രദേശമാണ്. അതും ഈ ഹൈവേയിൽ നിന്ന് റബ്ബറൈസർ റോട്ടിൽ നിന്ന് 100 മീറ്ററാണ് ഈ ലാൻഡിലോട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കമ്പനി നോക്കിയെടുക്കുന്ന ലാൻഡുകളാണ്. ഈ 100 പദ്ധതിക്ക് വേണ്ടി ഈ ലാൻഡുകൾ എടുത്തതല്ല. കമ്പനി മുന്നേ നടത്തിക്കൊണ്ടിരുന്ന ഫ്ലോട്ടിങ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഫ്ലോട്ട് ചെയ്തിട്ട് വിൽക്കുക, ലാൻഡ് എടുക്കുക, വലിയ ലാൻഡ് എടുത്തിട്ട് ഫ്ലോട്ട് ചെയ്തിട്ട് വിൽക്കുന്നൊരു ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതിൽ കമ്പനി ഇപ്പോൾ പുതിയതായിട്ടൊരു പദ്ധതി കൊണ്ടുവന്നതാണ് ഈ 100 വീട് എന്നുള്ള ആശയം. നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ 100 വീട് എന്നുള്ളൊരാശയം ഇപ്പോൾ പുതുതായിട്ട് നമ്മൾ ഈ പാവപ്പെട്ട സാധാരണക്കാരനെ ഉൾക്കൊള്ളാൻ വേണ്ടി ഒരു സാമൂഹിക കടപ്പാട് എന്നുള്ള രൂപത്തിൽ നമ്മൾ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ്. നമ്മളിപ്പോൾ 6ഓളം സ്ഥലങ്ങളിലായിട്ടാണ് വീട് വെച്ച് കൊടുക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ വീട് നിർമ്മിച്ച് തരുന്നത് പോസിബിൾ ആണോ? ഇഷ്ടപ്പെട്ട സ്ഥലത്ത് നമ്മൾ നിർമ്മിച്ചു കൊടുക്കുന്നത്, നമ്മൾ പദ്ധതി പ്രഖ്യാപിച്ച 6ഓളം സ്ഥലങ്ങളിൽ നിന്ന് ഇഷ്ടപ്പെട്ട സ്ഥലം ചൂസ് ചെയ്യാം. ക്ലയൻറ്റിന്, കസ്റ്റമർക്ക് ചൂസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിൽ ഏത് സ്ഥലം വേണമെങ്കിലും അവർക്ക് സെലക്ട് ചെയ്തിട്ട് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതല്ലാതെ വേറൊരു സ്ഥലത്ത് അല്ലെങ്കിൽ അവരൊരു സ്ഥലം അല്ലെങ്കിൽ വേറെ സ്ഥലം അവരുടെ നാട്ടിൽ നമ്മളിപ്പോൾ ഈ പദ്ധതി നമുക്ക് കൂടുതൽ ഇതിനോട് കൂടെ പറയേണ്ട ഒരു വിഷയം എന്താ വെച്ചാൽ, നമുക്ക് കൂടുതൽ ആളുകൾ കസ്റ്റമേഴ്സ് ഇങ്ങനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ, എറണാകുളം, കണ്ണൂർ, ഇങ്ങനെയുള്ള കോട്ടയം, ആലപ്പുഴ എന്നൊക്കെയാണ്. നമ്മളെ സ്വദേശമായ പാലക്കാട് ജില്ലനെ ഫോക്കസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുള്ളത്. നമ്മളെ സ്ഥലങ്ങൾ, നമ്മളെ അടുത്ത സ്ഥലങ്ങൾ, നമ്മളെ നാടിനോട് അടുത്ത് കിടക്കുന്ന കമ്പനി പദ്ധതി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റുകളിലാണ് ഈ സംവിധാനം ഇപ്പോൾ നിലവിൽ ഉള്ളത്. ഭാവിയിൽ ദൈവം അനുഗ്രഹിച്ച് നമ്മൾ എന്ത് ചെയ്യും, അതിനെ മറ്റു സ്ഥലങ്ങളിലേക്കും വ്യാപിപ്പിക്കാൻ വേണ്ടി നോക്കുന്നതാണ്. നിലവിൽ ഇപ്പോൾ പാലക്കാട് ജില്ലേൻ്റെ ഒറ്റപ്പാലം, പട്ടാമ്പി, നമ്മൾ നേരത്തെ പറഞ്ഞ പ്രദേശങ്ങളിലാണ്. ഒറ്റപ്പാലം, പട്ടാമ്പി, കൊപ്പം ഇങ്ങനെയുള്ള പ്രദേശങ്ങൾ, ചെറുപ്പശ്ശേരി, വല്ലപ്പുഴ ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.